ഹലോ, 10th സ്റ്റാൻഡേർഡിൻ്റെ പബ്ലിക് എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ബി ആസ് എ ഡയമീറ്റർ, വാട്ട് ആർ ദ പൊസിഷൻ ഓഫ് ദ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ദിസ് സർക്കിൾ? അപ്പം നമ്മൾ നോക്കുക, നമ്മൾ എ ബി ആണ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കേണ്ടത് അല്ലേ. എ ബി നിങ്ങൾ അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ബി വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പം എന്താ ചോദിച്ചത്? പൊസിഷൻ, പിൻ്റെയും ക്യൂവിൻ്റെയും പൊസിഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? പി ഈസ് ഇൻസൈഡ് ദി സർക്കിൾ ആൻഡ് ക്യൂ ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. സിമ്പിളാണല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ. ഈ എ ബി ഡയമീറ്ററായിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ പി ഇൻസൈഡും അതുപോലെ ക്യൂ ഔട്ട്സൈഡിലും ആയിരിക്കും സർക്കിളിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ആംഗിൾ സി ഈസ് 110. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. അത് സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ രണ്ട് സൈഡും നമ്മൾ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. നോക്കിയാണല്ലോ, അതാ ഈ ഓപ്പോസിറ്റ് സൈഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നമുക്ക് 110 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 110. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ എത്ര കിട്ടും? 70 ആണ് കേട്ടോ. ഈ ആംഗിൾ ഇവിടെ നമുക്ക് 70 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇങ്ങനെ പിക്ചർ തന്നിട്ട് നമുക്ക് പെട്ടെന്ന് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 34 നോക്കാം. ദ ടു ടാൻജൻറ്റ് എ സി ആൻഡ് ബി സി ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ മീറ്റ്സ് അറ്റ് സി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഒ എ സി ഇഫ് ആംഗിൾ എ ഒ ബി ഈസ് 110 ഡിഗ്രി? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ നോക്കാം. അപ്പോൾ ഇവിടെ 110 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എത്ര വരും? ഓപ്പോസിറ്റ് 70 വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഒ എ സി കാണല്ലേ. ഒ എ സി കാണുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, ഇതാണ് ആൻസർ. ഇതിൽ 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, എ ബി ഡയമീറ്റർ ആണ് ആൻഡ് സി ഈസ് എ പോയിൻറ്റ് ഓൺ ദി സർക്കിൾ. ഓക്കെ, വൺ ഓഫ് ദ ആംഗിൾ എ സി ബി ആൻഡ് എ ഡി ബി ഈസ് ട്വൈസ് ദ അതർ. ഓക്കെ, റൈറ്റ് ദ മെഷർ ഓഫ് ദ ആംഗിൾ എ സി ബി ആൻഡ് എ ഡി ബി. നോക്കൂ, എ സി ബി എവിടെ വരുന്നത്? എ സി ബി അല്ലേ. എ സി ബി ഇവിടെ വരുമ്പോൾ എത്രയാണ്? നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം, അത് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി എ ഡി ബി എടുക്കണം അല്ലേ. അടുത്തത് എ ഡി ബി ആണ്. എ ഡി ബി. ഓക്കെ, അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് എത്ര? 90ൻ്റെ ഹാഫ് 45. ഓക്കെ, ഇവിടെ 45ഉം വരും, ഇവിടെ 90യും വരും കേട്ടോ. എ സി ബി 90, എ ഡി ബി 45 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എത്ര വരും? 45. ഓക്കെ, ഇവിടെ 90. സിമ്പിൾ അല്ലേ? യെസ്. ഉള്ളിലുള്ളതിൻ്റെ ഹാഫായിരിക്കും ഔട്ടറിൽ വരിക കേട്ടോ. അങ്ങനെയാണ് 90ഉം 45ഉം വരുന്നത് കേട്ടോ. ഈ 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ സർക്കിൾ വിത്ത് സെൻറ്റർ 0 ടച്ചസ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി അറ്റ് ദ പോയിൻറ്റ്സ് പി ക്യൂ ആൻഡ് ആർ. ഇഫ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, വാട്ട് ഈസ് പി ഒ ആർ? നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് തന്നിട്ടുള്ള ആംഗിൾ 180 കുറച്ചാലും മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 130 കിട്ടും അല്ലേ. അപ്പം നമ്മുടെ ആംഗിൾ പി ഒ ആർ ഈസ് ഈക്വൽ ടു
130 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, 130 ഡിഗ്രിയാണ് അവിടുത്തെ ആൻസർ. അടുത്തത് സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. നിങ്ങൾ നോക്കുക. ABBC and CA are tangents to the circles centered at O, touching the circle at P, Q and R respectively as shown in the figure. Find QOR. ആംഗിൾ QOR എത്ര വരിക? നമുക്കറിയാം, ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 360 ആണല്ലേ. അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ അതിൻ്റെ 3 ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 100 പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തൊട്ട് താഴെ 110 തന്നിട്ടുണ്ട്. ഇനി അടുത്ത കോണ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിട്ടുള്ളത് രണ്ടും കൂട്ടി നോക്കുക. 110 100 കൂട്ടുമ്പോൾ നമുക്ക് 210 കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിളും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 210 കിട്ടും. അത് 360 നമ്മൾ മൈനസ് ചെയ്താൽ മതി. 360 മൈനസ് 210, അപ്പം നമുക്ക് ആൻസർ 150 കിട്ടും. ഓക്കെ ആണല്ലോ. എന്താ നമ്മൾ ചെയ്തത്? ഈ തന്നിട്ടുള്ള ആംഗിൾ രണ്ടും കൂട്ടി നോക്കി, അത് 360 നമ്മളത് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. ആ ആംഗിളാണ്, അതാണ് ഇവിടെ. QOR എന്ന് പറയുന്നത് 150 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ഇനി ABCയുടെ ഓരോ ആംഗിൾ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഓൾറെഡി ഇവിടെ 110 തന്നിട്ടുണ്ട്, ഇവിടെ 100 തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ 150 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 150, 100 and 110. ഇനി നമുക്കറിയാം ഓപ്പോസിറ്റ്സ് ആംഗിൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 വേണമെന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ എ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 180 മൈനസ് 100 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 80 കിട്ടും അല്ലേ. യെസ്, 80. അതാണ് ആംഗിൾ എ. ഇനി ആംഗിൾ ബി കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 110 അല്ലേ. 180 മൈനസ് 110 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 70 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് 70 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 70 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 80 കിട്ടി അല്ലേ. ഇനി ലാസ്റ്റ് വൺ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ഇതുപോലെ 150. ഇവിടെ 150 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ. യെസ്, അപ്പം 180 മൈനസ് 150 അത് 30 ആണ് ഈ ആംഗിൾ കിട്ടുക കേട്ടോ. അപ്പം ആംഗിൾ C = 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതൊക്കെ കിട്ടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നോക്കാം. ആൻഡ് ആൻസർ 150 ആണല്ലേ. ആൻഡ് ആൻസർ 150 കണ്ടു. പിന്നെ ബാക്കി എല്ലാ ആംഗിൾസും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 180 എന്നാണ് നമ്മൾ ഓരോ ആംഗിളും കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണല്ലേ. കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. AB is a chord of a circle of radius 3 cm. Chord AB makes a right angle at the center. What is the length of AB? ABയുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? AB = 3√2 ആണല്ലേ. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ 3√2 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ലെങ്ത്ത് അല്ലേ, ABൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3√2 ആണ്. ബേസ് ആണ് ഇവിടെ കണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ മെഷർ ഓഫ് ACB, ADB ആൻഡ് ADP ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇങ്ങനെ സർക്കിളിൽ വെച്ച് വരയ്ക്കുമ്പോൾ തരുന്ന എല്ലാ ആംഗിളും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ആംഗിളും സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആംഗിൾസൊക്കെ ACB എന്ന് പറയുന്നതും ADB എന്ന് പറയുന്നതൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. നോക്കൂ കേട്ടോ ഒന്ന് കണ്ടോ. അപ്പോൾ ACB എന്ന് പറഞ്ഞ ആംഗിളും അതുപോലെ തന്നെ ADB എന്ന് പറയുന്ന ആംഗിളും സെയിം ആണ്. ഓക്കെ ആണല്ലോ. സെയിം ആണെന്ന് പറയുമ്പം ഇവിടെ 40 ആണ് വരിക. ഓക്കെ, ഇവിടെ 40 ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും 40 തന്നെയാണ് വരിക. അതെന്തുകൊണ്ടാണ്? ഇവിടെ 80 ആണല്ലേ. 80ൻ്റെ ഹാഫാണ് 40. നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ നേരെ ഹാഫായിരിക്കും മുകളിൽ വരിക അല്ലേ, ഈ കോണിൽ വരുന്നത്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് വരിക എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സർക്കിളിൽ നിന്ന് എല്ലാ പോയിന്റിലേക്കും ഇതുപോലെ നമ്മൾ ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 40 ആവും. എല്ലാം 40 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ഇവിടെ എത്രയാണോ കിട്ടിയത്
ഇതെത്രയാണോ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും ഇവിടുത്തെ ആംഗിൾസ്. അത് എങ്ങനെ തല തിരിച്ച് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവണം കേട്ടോ. നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഓരോ എക്സാമ്പിൾസ് ഇങ്ങനെ കാണിച്ചു തരാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി 27th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഓരോ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഓൾറെഡി BDC 125 ആണെന്ന് തന്നിട്ടുണ്ട്. BDC 125 ആണ്. നമ്മൾ BAC എങ്ങനെ കാണാം? ഓക്കെ, BAC നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് കൂട്ടുക അല്ലേ. 125 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 180 മൈനസ് ചെയ്യും അല്ലേ. 180 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? 55 കിട്ടും. അപ്പോൾ BAC എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ, 55 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ACB എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടാലറിയാം, ഇതാ റൈറ്റ് ആംഗിൾ ആണല്ലേ. അപ്പോൾ അത് 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ, 90 ഡിഗ്രി. ഇനി ACD അത് ടോട്ടലായിട്ട് വരുമ്പം 125 ആണ് അല്ലേ. ഓക്കെ, ഇനി ലാസ്റ്റ് ആംഗിൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ABD കാണാൻ വേണ്ടി ഇതെല്ലാം കൂട്ടി നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 അത് കുറച്ച് കൊടുത്താൽ മതി അല്ലേ. അപ്പം നമ്മൾ കൂട്ടുമ്പം എന്തൊക്കെ കൂട്ടണം? 55ഉം 125 കേട്ടോ. അപ്പോൾ 55 എവിടെ? യെസ്, നമ്മളിവിടെ 55 കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 55 പ്ലസ് 125 പിന്നെ 125, ഇത് ടോട്ടലായിട്ടാണ് 125 കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്കത് 90 ആയിട്ടാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ആംഗിളും കൂടി എടുക്കുമ്പോൾ 125 വരും. C 125 ആയിട്ട് വരും അല്ലേ. യെസ്, അപ്പോൾ ഇത് മൂന്നും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 305 കിട്ടും. 305 കിട്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് 360 മൈനസ് ചെയ്താൽ മതി. 305 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 55 ആൻസർ കിട്ടും. അപ്പോൾ ഇത് 55. ഓക്കെ, യെസ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ABD ഇത് 55 ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആംഗിളിൻ്റെ കണക്ക്. അപ്പോൾ ഇത്രയും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക, സിമ്പിളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.